ഗ്രഹണകാലത്ത് ഞാഞ്ഞൂലും തലമുക്കും ഒന്ന് കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെയാണ് ബംഗ്ലാദേശിൻ്റെ ഇപ്പോഴത്തെ കാര്യം. ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി താരിഖ് റഹ്മാൻ തിരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്നപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരു കത്തയച്ചു. വരൂ, ഞങ്ങളുടെ രാജ്യത്തേക്ക് വരൂ, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കത്തയച്ചു. അത് പരമ്പരാഗതമായ ഒരു കീഴ്വഴക്കമാണ്. ബംഗ്ലാദേശ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആശ്രിത രാജ്യമാണ്. വർഷം $100 കോടി നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇവന് പട്ടിണി മാറ്റാൻ വേണ്ടിയിട്ട്. നമ്മുടെ ജാർഖണ്ഡിലെ ഘോഡ പ്ലാന്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട്, പിന്നെ ത്രിപുര ഇലക്ട്രിസിറ്റി ബോർഡ്, അങ്ങനെ വിവിധ നമ്മുടെ വൈദ്യുത ബോർഡുകൾ കൊടുക്കുന്ന കറണ്ട് കൊണ്ടാണ് ഇവൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോൾ ബംഗ്ലാദേശിലെ അവസ്ഥ എന്താണെന്നറിയോ? രാത്രി 7 മണി കഴിഞ്ഞാൽ എല്ലാ ഷോപ്പിംഗ് മോളുകളും, എല്ലാ കടകളും, എല്ലാ പരസ്യ ബോർഡുകളും ഓഫ് ചെയ്യണം. കറണ്ടില്ല. അതുകൊണ്ട് കുറച്ച് കറണ്ട് കൂട്ടിത്തരുമോ എന്ന് ചോദിച്ച് ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുകയാണ്. നമുക്കൊരു ഫ്രണ്ട്ഷിപ്പ് പൈപ്പ് ലൈൻ ഉണ്ട്, ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലേക്ക് വലിച്ചിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ ഡീസൽ കൊടുക്കും. ഇപ്പോൾ വീണ്ടും ചോദിച്ചിരിക്കുകയാണ്, ഡീസൽ തീരെയില്ല, കുറച്ച് ഡീസൽ തരുമോ? ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളോട് ചോദിക്കും, ഞങ്ങൾക്ക് അരിയില്ല തിന്നാൻ, 50,000 ടൺ അരി തരാമോ? അത് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് തരണം. നമ്മൾ കൊടുക്കും. കാരണം നമ്മളുണ്ടാക്കിയ രാജ്യമാണല്ലോ. കിഴക്കൻ പാകിസ്ഥാനെ വിഭജിച്ച് ബംഗ്ലാദേശ് എന്നുള്ള രാജ്യം ഉണ്ടാക്കി കൊടുത്തത് മുജീബുർ റഹ്മാൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തിന് സർവാത്മന പിന്തുണ കൊടുത്ത് ഇന്ത്യൻ പട്ടാളം കൂട്ടച്ചേർന്ന് പാകിസ്ഥാനുമായി യുദ്ധം ചെയ്ത് ഉണ്ടാക്കിക്കൊടുത്ത രാജ്യമാണ്. അവനാണ് ഇപ്പം നമുക്കിട്ട് കടിക്കാൻ നിൽക്കുന്നത്. നമ്മുടെ അടുത്ത് ഈ അപേക്ഷകളൊക്കെ തന്നിട്ട് ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ വിദേശകാര്യ വകുപ്പ് ഇന്ത്യക്കൊരു കത്തയച്ചിരിക്കുക. ഞങ്ങളുടെ പ്രധാനമന്ത്രി വേണമെങ്കിൽ ഓഗസ്റ്റ് മാസം 20-ാം തീയതിയോടുകൂടി ഇന്ത്യയിലേക്ക് വരാം, പക്ഷേ അതിന് കണ്ടീഷൻസ് ഉണ്ട്. ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് വരാൻ പറ്റുന്ന സാഹചര്യം ഒരുക്കണം. ഇന്ത്യയിൽ വ്ളാദിമിർ പുടിൻ വരുന്നു, ഡൊണാൾഡ് ട്രംപ് വരുന്നു, ഷീ ജിൻപിങ് വരുന്നു. അവരൊന്നും ഞങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിന് വരാൻ പറ്റുന്ന രാഷ്ട്രീയ സാഹചര്യം ഇന്ത്യയിൽ ഒരുക്കണം എന്നൊന്നും പറയാറില്ല. അപ്പോൾ ഈ താരിഖ് റഹ്മാൻ എന്ന് പറയുന്ന പുണ്യപുമാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇന്ത്യ ഒരുക്കേണ്ടത് എന്തൊക്കെയാണെന്നറിയോ? ആദ്യമേ ചെയ്യേണ്ടത് ഷെയ്ഖ് ഹസീനയെ പിടിച്ചങ്ങോട്ട് തരണം. ഇന്ത്യ രാഷ്ട്രീയ അഭയം കൊടുത്ത് ഇന്ത്യയിൽ സുരക്ഷിതമായി പാർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിയെ വിട്ടുകൊടുക്കണം. എങ്കിലേ താരിഖ് റഹ്മാൻ ഇങ്ങോട്ട് വരൂ. ഇനി മാത്രമല്ല, മറ്റൊന്നുകൂടി പറയുന്നുണ്ട്. ഈ ബംഗ്ലാദേശിലെ പൽത്താൻ എന്ന് പറയുന്ന ധാക്കയിലൊരു സ്ഥലമാണ്. പൽത്താനിൽ കൂടി ഒരുത്തൻ റിക്ഷായി പോകുമായിരുന്നു 2025 ഡിസംബർ 12-ന്. നിങ്ങൾക്കറിയാം ആ കഥ, നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ പേര് ഷരീഫ് ഒസ്മാൻ ഹാദി എന്നായിരുന്നു. അവനാണ് വലിയ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരും, ഞങ്ങൾ മുസ്ലിങ്ങളെല്ലാം അങ്ങോട്ട് വന്നിട്ട് ഇന്ത്യ അങ്ങോട്ട് പിടിച്ചെടുക്കും, എന്നിട്ട് ഇവിടുത്തെ ഹിന്ദുക്കളെ മുഴുവൻ ശരിയാക്കും എന്നൊക്കെ പറഞ്ഞ് പ്രസ്താവനകൾ നിരന്തരം ഇറക്കിക്കൊണ്ടിരുന്ന ബംഗ്ലാദേശിലെ ഷെയ്ഖ് ഹസീന സർക്കാരിനെ അട്ടിമറിച്ച ജമായത്തെ ഇസ്ലാമിയുടെ ഭാഗമായ ഇൻകുലാബ് മഞ്ച് എന്ന് പറയുന്ന സംഘടനയുടെ നേതാവായിരുന്നു ഈ ഹാദി. ഇവനൊരു റിക്ഷയിൽ പോകുമ്പോൾ 2 പേർ ബൈക്കിൽ പുറകെ ചെന്നിട്ട് നേരെ അവൻ്റെ തലമണ്ട നോക്കി വെടിവെച്ചു. ബംഗ്ലാദേശിൽ വലിയ കലാപമായി ഈ ജൻസി എന്നും പറഞ്ഞിറങ്ങിയ കുളിക്കുകയും നനയ്ക്കുകയും പല്ല് തേക്കുകയും ചെയ്യാത്ത ഈ വൃത്തികെട്ടന്മാരുണ്ടല്ലോ, ജമാഅത്ത് ഇസ്ലാമി പറഞ്ഞിട്ട് സമരത്തിനിറങ്ങിയ ഗുണ്ടകൾ, ഇവന്മാരെല്ലാം കൂടെ വലിയ സമരം തുടങ്ങിയപ്പോൾ മുഹമ്മദ് യൂനിസ് ഇവനെ ഒരു വിമാനത്തെ കെട്ടി സിംഗപ്പൂർ കൊണ്ടുപോയി. പക്ഷെ സിംഗപ്പൂർ വെച്ച് ഇവൻ ചത്തുപോയി. അപ്പോൾ ഇവനെ ഇന്ത്യ ആളെ അയച്ച് കൊല്ലിച്ചതാണ് എന്നായിരുന്നു ബംഗ്ലാദേശിൻ്റെ പ്രതികരണം. ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം വല്ലാതെ വഷളായി. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്തു, ഹിന്ദു ക്ഷേത്രങ്ങൾ തകർത്തു, അറിയാമല്ലോ, ജീവനോടെ ആളുകളെ കെട്ടിത്തൂക്കിയിട്ട് കത്തിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഇവനെ, ഈ ഹാദി എന്ന് പറയുന്ന ഇയാൾ, ഈ ഇന്ത്യ വിരുദ്ധ, ഹിന്ദു വിരുദ്ധ എല്ലാ പ്രവർത്തനങ്ങളുടെയും നായക സ്ഥാനത്തുണ്ടായിരുന്നവനാണ് കൊല്ലപ്പെട്ടത്. ഇവനെ കൊന്നു എന്ന് പറയുന്ന ഒരു ബപ്പി എന്ന് പറയുന്ന ഒരാളെ ബംഗ്ലാദേശ് പിടിച്ചു. അതുകൂടാതെ കരീം മസൂദ്, ആലംഗീർ ഹൊസൈൻ എന്ന് പറയുന്ന 2 പേരും പ്രതികളാണ് എന്ന് ബംഗ്ലാദേശ് പറഞ്ഞിരുന്നു. ഇവരെ കൊന്നിട്ട് നേരെ മേഘാലയ വഴി പശ്ചിമ ബംഗാളിലെ 24 ഫർഗാനാസിലെ ബോങ്കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നു. ബോങ്കാവിലെത്തിയപ്പോൾ നമ്മുടെ പോലീസ് NIA ഇവരെ അറസ്റ്റ് ചെയ്തു. നമ്മുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇന്ത്യയിൽ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി, ഇന്ത്യയിൽ ചില തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തി എന്നൊക്കെയുള്ള കേസിൽ പ്രതികളായിട്ട് കരീം മസൂദും ആലംഗീർ ഹൊസൈനും ഇന്ത്യൻ ജയിലിലാണ്.
അപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ കൂട്ടത്തിൽ ഇവരെ രണ്ടുപേരെയും വിട്ടയക്കണം. തന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രധാനമന്ത്രിക്ക് സന്തോഷമാകും. അപ്പോൾ ഞങ്ങളുടെ പ്രധാനമന്ത്രി വരാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇന്ത്യയിലേക്ക് കണ്ടീഷൻ വെച്ചിട്ട് ഞങ്ങൾ വേണമെങ്കിൽ വരാം എന്ന് പറയുന്ന ഈ പിച്ചക്കാരുടെ പ്രധാനമന്ത്രി പിച്ചക്കാരുടെ രാജ്യത്ത് നിന്ന് ഒരാവശ്യം വരുന്നത്. അപ്പോൾ ഒരു വശത്തിരുന്ന് കരയാണ്, അരിത്താ, കരണ്ട് താ, വെള്ളം താ, ഡീസൽ താ എന്നൊക്കെ പറയും. എന്നിട്ടോ ഞങ്ങളുടെ സാറ് വലിയ സാറാണ്, വലിയ പുള്ളിയാണ്, പുള്ളി അങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ സാറിന് വരാൻ പറ്റുന്ന അന്തരീക്ഷം ഉണ്ടാക്കണം എന്ന് പറയും. അപ്പോൾ ഈ നിലപാടാണ് ഇവർക്കുള്ളതെന്ന് നമ്മുടെ ഹൈക്കമ്മീഷണർ ഇവരുടെ ഹൈക്കമ്മീഷണറുമായിട്ട് ചർച്ച നടത്തിയതിന് ശേഷം കഴിഞ്ഞ 5-ാം തീയതി ചർച്ച നടത്തിയതിന് ശേഷം ഓഗസ്റ്റ് 10 പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ടറിയിച്ചു. അതിനുശേഷം ഇന്നലെയാണ് ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് ഇന്ത്യക്ക് തിട്ടൂരം, ഞങ്ങളുടെ സാറ് വരണമെങ്കിൽ നിങ്ങൾ ഈ 3 പേരെ ഷെയ്ഖ് ഹസീനെ തൂക്കിക്കൊല്ലാൻ തരണം, ബാക്കി 2 പേരെ വിട്ടു തരണം. ഇതിന് സാങ്കേതിക പ്രശ്നമുണ്ട്. ഒന്ന്, ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വീകരിച്ച് അഭയം കൊടുത്തതാണ് ഷെയ്ഖ് ഹസീനയെ. ഷെയ്ഖ് ഹസീനയെ ബംഗ്ലാദേശിന് വിട്ടുകൊടുത്തിട്ട് അവരെ തൂക്കിക്കൊന്നാൽ ഇന്ത്യക്ക് അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന ഒരു ഇടിവുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെ അന്തസ്സ് കപ്പൽ കയറിപ്പോവും. നമ്മൾ സംരക്ഷണം കൊടുത്ത ഒരാളെ നമ്മൾ വിട്ടയക്കുന്നു. ബംഗ്ലാദേശിൽ നിന്ന് ഓടിപ്പോയ തസ്ലീമ നസ്രീൻ ഇന്ത്യയിലാണ് കഴിയുന്നത്. ഇന്ത്യയിൽ അവർ പോയി താമസിച്ചിരുന്നത് പശ്ചിമ ബംഗാളിലായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നതുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഏറ്റവും വലിയ നിലപാടെടുക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരാണെന്നൊക്കെ കരുതിയിട്ട് പാവപ്പെട്ട തസ്ലീമ നസ്രീൻ ലജ്ജ എന്ന് പറയുന്ന നോവലൊക്കെ എഴുതിയതിൻ്റെ പേരിൽ ബംഗ്ലാദേശിൽ നിന്ന് ആട്ടിപ്പായിക്കപ്പെട്ട നസ്രീൻ കമ്മ്യൂണിസ്റ്റുകളുടെ ഭരണത്തിൽ പശ്ചിമ ബംഗാളിൽ താമസിച്ചു. പക്ഷേ അവിടെ വലിയ കലാപം ഉണ്ടായി, ഇവരെ കൊല്ലണം എന്നാവശ്യപ്പെട്ട്. അവസാനം ബുദ്ധദേവ ഭട്ടാചാര്യയും ജ്യോതിബാസുവും ഒക്കെ ഭരിച്ച ബംഗാളിലെ ഇടതുപക്ഷം അവരെ അവിടുന്ന് പുറത്താക്കി. അവർ നോർവ പൗരത്വം സ്വീകരിച്ചു. പിന്നീട് ഡൽഹിയിൽ താമസിക്കുകയായിരുന്നു. ഇപ്പോൾ 19 വർഷത്തിന് ശേഷമാണ് കഴിഞ്ഞ ആഴ്ച തസ്ലീമ നസ്രീൻ പശ്ചിമ ബംഗാളിലെത്തിയത്. ബംഗാളിൽ BJPയുടെ സർക്കാർ വരേണ്ടി വന്നു. സുവേന്ദു അധികാരി മുഖ്യമന്ത്രിയാകേണ്ടി വരുന്നു. നിങ്ങൾ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന പാർട്ടിയാണ് BJP എന്നൊക്കെ പറയാറില്ല. പക്ഷേ തസ്ലീമ നസ്രീൻ അവിടെ വന്നിട്ട് പറയുന്നു, 19 വർഷത്തിന് ശേഷം ഞാൻ എൻ്റെ ഇഷ്ടഭൂമിയിൽ വന്നിരിക്കുന്നു. അതിനവസരം ഒരുക്കിയത് BJPയുടെ സർക്കാരാണ്, സുവേന്ദു അധികാരിയാണ് എന്ന് തസ്ലീമ നസ്രീൻ പ്രസംഗിച്ചത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി, പുരോഗമനത്തിന് വേണ്ടി കഥയും കവിതയും ഒക്കെ എഴുതുന്ന കേരളത്തിലെ ഏതെങ്കിലും പുക്കാസാക്കാർ അറിഞ്ഞായിരുന്നോ? ഏതെങ്കിലും പത്രത്തിൽ വാർത്ത വന്നായിരുന്നോ? ഇല്ല, പറയില്ല. BJP വന്നതിന് ശേഷമാണല്ലോ അവിടെ CPMൻ്റെ ആഫീസ് തുറക്കാൻ പറ്റിയത്, കോൺഗ്രസിൻ്റെ ആഫീസുകൾ തുറക്കാൻ പറ്റിയത്, MA ബേബിക്ക് അവിടെ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ പറ്റിയത്. ഇല്ലെങ്കിൽ CPIM എന്നും പറഞ്ഞ് അവിടെ ചെന്ന കൂമ്പിടിച്ച് വാട്ടുമായിരുന്നു തൃണമൂലുകാർ. ഇപ്പോൾ BJPയുടെ ഭരണം വന്നതിന് ശേഷം വഴിയിലിറങ്ങി നടക്കാൻ പറ്റുന്ന CPMകാർ BJP തെറി പറയുന്നുണ്ട്. സുവേന്ദു രാജിവെക്കണമെന്നാണ് പറയുന്നത്. സുവേന്ദു രാജിവെച്ചിട്ട് ഇവൻ്റെ അമ്മായി ചെമ്പന്ന് മുഖ്യമന്ത്രിയാവും. അവിടെ BJP അറിയാൻ വരാൻ പോകുന്നത് തൃണമൂലാണ്. വീണ്ടും വന്ന് നിൻ്റെ കിഡ്നി എടുക്കും ഇവർ. ഇത് CPMകാരന് മനസ്സിലായി അഞ്ഞിട്ടൊന്നുമല്ല. പക്ഷേ വർഗശത്രു ആരാണ്? BJP ആണല്ലോ. അതുകൊണ്ട് BJP തെറി പറഞ്ഞുകൊണ്ടിരിക്കണം. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ദിനേശ് മേത്ത നമ്മുടെ ഹൈക്കമ്മീഷണർ നമ്മുടെ പ്രധാനമന്ത്രിയോട് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഇവന്മാർ ശരിയല്ല. ഇവന്മാർ ശരിയല്ല എന്നതിൻ്റെ ആദ്യത്തെ തെളിവ്, സാധാരണ ബംഗ്ലാദേശിലെ ഒരു പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നാൽ ഇതുവരെയുള്ള ചരിത്രം എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ആദ്യമായി സന്ദർശിക്കുന്ന രാജ്യം ഇന്ത്യ ആയിരിക്കും. പക്ഷേ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയായതിനു ശേഷം ആദ്യം സന്ദർശിച്ച രാജ്യം ചൈനയായിരുന്നു. അതിനുശേഷം മലേഷ്യക്ക് പോയി, പിന്നെ ഇങ്ങോട്ട് പോയിട്ടില്ല. ആര് വിളിക്കാൻ ഈ അത്തപ്പാവിനെ? അപ്പോൾ ചെന്നാൽ വല്ലതും തരണേ അമ്മ എന്ന് പറഞ്ഞ് കൈ നീട്ടും. അമ്മ അല്ല, ഉമ്മ എന്ന് പറഞ്ഞ് കൈ നീട്ടും. അതുകൊണ്ട് ഒരുമാതിരിപ്പെട്ടവരൊന്നും വിളിക്കാറില്ല. ഏതായാലും ഇന്ത്യയിലേക്ക് വരാൻ കണ്ടീഷൻ വെച്ച ഇയാൾ അതേ സമയം തന്നെ അരിയും തുണിയും ഡീസലും കറണ്ടും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ രാജ്യം എന്താ ചെയ്യുന്നത്? ഇത്ര വലിയ ക്രൂരതകൾ ഇന്ത്യക്കാരോട്, ഇന്ത്യൻ വംശജരോട്, ഹിന്ദുക്കളോട്, ന്യൂനപക്ഷങ്ങളോട് ബംഗ്ലാദേശിൽ ചെയ്തിട്ടും നമ്മൾ അവരുടെ അന്നം മുട്ടിച്ചിട്ടില്ല. അവൻ്റെ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ, അതാണല്ലോ ബംഗ്ലാദേശിൻ്റെ ഏറ്റവും വലിയ വരുമാനം, അതിനുള്ള ചണം നമ്മൾ കൊടുക്കുന്നില്ല. അവൻ്റെ നൂൽ ഫാക്ടറികളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ട്. അവനുണ്ടാക്കുന്ന റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ നമ്മുടെ സീപോർട്ട് വഴിയും നമ്മുടെ എയർപോർട്ട് വഴിയും അയക്കത്തില്ല എന്ന് നമ്മൾ പറഞ്ഞു. വളഞ്ഞ വഴി കൊണ്ടിരിക്കുക, പാകിസ്ഥാൻ വഴിയൊക്കെ വിടുന്നത്. ട്രാൻസ്പോർട്ടിംഗ് ചാർജ് കൂടി. അതുകൊണ്ട്
ലോക മാർക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ബംഗ്ലാദേശി ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 7 മണി കഴിയുമ്പോൾ കടയൊക്കെ അടച്ച് പൂട്ടുവാണ്, കടുത്ത ദാരിദ്ര്യത്തിൽ പോവുകയാണ്. അപ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഗ്രഹണകാലത്ത് ഞാഞ്ഞൂലും തലപൊക്കും എന്ന് പറഞ്ഞതുപോലെ എൻ്റെ പ്രധാനമന്ത്രി അങ്ങോട്ട് വരണമെങ്കിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടുത്തെ വിദേശകാര്യ വകുപ്പ് ഇപ്പോൾ ഇന്ത്യക്കൊരു തിട്ടൂരം കൊടുത്തിരിക്കുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, അങ്ങനെ ഇപ്പോൾ നീ വരണ്ട എന്നുള്ള ഒരു മറുപടിയാണ് ഇന്ത്യ കൊടുക്കാൻ പോകുന്നത്. ആ മറുപടി ഇന്നോ നാളെയോ വരുമെന്നാണ് ഡൽഹിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുത്തിട്ട്, ഇന്ത്യയിൽ വിചാരണ നേരിടുന്ന 2 പേരെ വിട്ടുകൊടുത്തിട്ട് ഇയാൾ ഇങ്ങോട്ട് വരണ്ടടാവുകയെ. എന്നാൽ ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ഇങ്ങോട്ട് വന്നിട്ട് ഇന്ത്യക്കൊന്നും കിട്ടാനില്ലല്ലോ. ഇവിടെ വന്നിട്ട് മോദി സാബ് വല്ലതും തരണേ, കഞ്ഞി കുടിക്കാൻ മാർഗ്ഗമില്ല എന്ന് പറയുമ്പോൾ കുറച്ച് അരിയെങ്കിലും കിട്ടിയേനെ. ഇനി മിക്കവാറും സംഭവിക്കാനുള്ളത് അരി എത്താതെ ചാവാനുള്ള യോഗമാണ് ബംഗ്ലാദേശിനുള്ളത് എന്ന് തോന്നുന്നു. കാരണം ഇന്ത്യയെ ചൊറിഞ്ഞിട്ട്, ഇന്ത്യയോട് പിണങ്ങി നിന്നിട്ട് ബംഗ്ലാദേശിന് ഈ ഭൂവിഭാഗത്ത് നിന്ന് പഴയ്ക്കാൻ വലിയ പാടാണ്. ഇത് നല്ല ബോധ്യം താരിഖ് റഹ്മാന് ഉണ്ടാവുന്ന ദിവസം വളരെ അടുത്തുമാണ്. നരേന്ദ്രമോദി സർക്കാർ അത് കാണിച്ചു കൊടുക്കുക തന്നെ ചെയ്യും. ഏതായാലും ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഓഗസ്റ്റ് 20 ഇങ്ങോട്ട് വരുമോ ഇല്ലയോ എന്നത് ഉറപ്പല്ല. ഇവൻ പറഞ്ഞതുപോലെ ഷെയ്ഖ് ഹസീനയെ വിട്ടുകൊടുത്തിട്ട് ഇദ്ദേഹത്തിന് ചുവപ്പ് പരവതാനി വിരിച്ച് സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറുമല്ല. വേണമെങ്കിൽ വന്ന് വല്ലതും കഴിച്ചിട്ട് പോട്ടെ. കാത്തിരിക്കാൻ നമുക്ക്. ഏറ്റവും പുതിയ വാർത്തകളുമായി ഇന്ത്യ ലൈവ് നിങ്ങൾക്കൊപ്പം ഉണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ചെയ്യണേ.